തൃശൂർ ഇരിങ്ങാലക്കുട ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്കിന് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി റിസർവ് ബാങ്ക്. ബാങ്കിന്റെ ഭൂരിഭാഗം സാമ്പത്തിക ഇടപാടുകളും 6 മാസത്തേക്ക് മരവിപ്പിച്ചു. ബാങ്കിലും പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കാനോ ലോൺ അനുവദിക്കാനോ സാധിക്കില്ല. KPCC സെക്രട്ടറി MP ജാക്സൺ ചെയർമാനായ ബാങ്കിലെ സാമ്പത്തിക ക്രമക്കേടുകളെ തുടർന്നാണ് റിസർവ് ബാങ്കിന്റെ നടപടി. ബാങ്കിൽ ഗുരുതര ക്രമക്കേടുകളാണ് നടക്കുന്നതെന്ന് പരാതിക്കാരനായ അഡ്വക്കേറ്റ് ആന്റണി തെക്കേക്കര ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. 107 കൊല്ലം പാരമ്പര്യമുള്ള ബാങ്കാണ്. തൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ബാങ്കിങ് മേഖലയിലെ യാതൊരു അടിസ്ഥാന യോഗ്യതയും ഇല്ലാത്തവരെ അദ്ദേഹം നിയമിച്ചു. അവരെ ഈ ബാങ്ക് നടത്തിപ്പുമായിട്ട് മുന്നോട്ട് പോയി. കൂട്ടത്തിൽ ഈ ബാങ്കിൻ്റെ അതിർത്തി വിട്ടും തൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയും ലോണുകൾ നൽകി. ഇതിൽ ഇടനിലക്കാരായിട്ടുള്ള ജീവനക്കാർ കമ്മീഷൻ വ്യവസ്ഥയിൽ ലോൺ കൊടുത്തു തുടങ്ങി. 10 രൂപ പോലും ഉദാഹരണത്തിന് അനുവദിക്കാത്ത ഒരു വസ്തുവിന് 10,000 രൂപ ലോൺ കൊടുത്താൽ തീർച്ചയായിട്ടും അവർ മടക്കി അടക്കില്ല. അങ്ങനെ അടയ്ക്കാതെ വരുന്ന ഭൂമികൾ ബാങ്ക് ലേലം പിടിച്ചു. ലേലം പിടിച്ചു കഴിയുമ്പോൾ ഈ മുടക്കവും പലിശയെല്ലാം കൂട്ടി 10 ലക്ഷം രൂപ വരെ വന്നിട്ടുണ്ടാകണം. അപ്പോൾ 10 ലക്ഷം രൂപയ്ക്ക് ബാങ്ക് പിടിച്ചിട്ട് ഈ ഭൂമികൾ തിരിച്ച് ബാങ്കിന് വിൽക്കാൻ സാധിക്കില്ല. ലോൺ എടുത്തതിനോ വിറ്റാൽ പോലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ലോൺ എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ 238 കോടി രൂപയുടെ വസ്തുവാണ് ബാങ്ക് പിടിച്ചിട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 50 കോടി രൂപ ഡെപ്പോസിറ്റായി സ്വീകരിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും ഒരു മോചനം കിട്ടുള്ളൂ. അതേസമയം RBI നടപടി വന്നതോടെ നിക്ഷേപങ്ങൾ പിൻവലിക്കാൻ സഹകാരികൾ ബാങ്കിലേക്ക് എത്തി. ബാങ്കിന് മുന്നിൽ പ്രതിഷേധവുമായി നിക്ഷേപകരും സഹകാരികളും. വിവരങ്ങളുമായി ലെവിൻ K. വിജയൻ നമുക്കൊപ്പം ചേരുകയാണ്. ലെവിൻ, ഈ ബാങ്ക് അധികൃതരുടെ വിശദീകരണം എന്ന് പറയുന്നത് ബാങ്കിന്റെ സാമ്പത്തിക പ്രതിസന്ധികൾ താൽക്കാലിക പ്രതിഭാസമാ എന്നാണ്. അതെന്ത് വിശദീകരണമാണ് ലെവിൻ? പിന്നിൽ കടുത്ത പ്രതിസന്ധിയിൽ തന്നെയാണ് ഇരിങ്ങാലക്കുട ടൗൺ കോർപ്പറേറ്റീവ് ബാങ്ക് ഉള്ളത്. സംസ്ഥാനത്തെ അർബൻ ബാങ്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കാണ്. ബാങ്കിന്റെ ബ്രാഞ്ചുകളുടെ എണ്ണം കൊണ്ടും നിക്ഷേപ തുക കൊണ്ടും ഒന്നാമതോ രണ്ടാമതോ ആണ് ഈ ബാങ്കിന്റെ സംസ്ഥാന അടിസ്ഥാനത്തിൽ അർബൻ ബാങ്കുകളിൽ സ്ഥാനം. അവിടെ ഏറെ വർഷങ്ങളായി KPCC സെക്രട്ടറി MP ജാക്സനാണ് ചെയർമാനായി പ്രവർത്തിക്കുന്നത്. 39 കൊല്ലമായി വൈസ് പ്രസിഡന്റായി അദ്ദേഹം അവിടെ സേവനം അനുഷ്ഠിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നീട് ചെയർമാനായി. ഈ കാലയളവിനിടയിൽ വലിയ സാമ്പത്തിക ക്രമക്കേടുകൾ പ്രതിസന്ധികളും അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഈ പരാതിക്കും നടപടിക്കും അടിസ്ഥാനമായ കാര്യം. ഇരിങ്ങാലക്കുട സ്വദേശി തന്നെയായിട്ടുള്ള അഡ്വക്കേറ്റ് ആന്റണി തെക്കേക്കര ആണ് RBIക്ക് ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയത്. RBI നടത്തിയ അന്വേഷണത്തിൽ ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇന്നു മുതൽ കർശന നിയന്ത്രണങ്ങൾ നിലവിൽ വന്നിരിക്കുന്നത്. ബാങ്കിന്റെ ഭൂരിഭാഗം ഇടപാടുകളും 6 മാസത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ആശങ്കയോടുകൂടിയാണ് നിക്ഷേപകരും സഹകാരികളും അടക്കം ഇപ്പോൾ ബാങ്കിലേക്ക് എത്തുന്നത്. BJPയുടെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധവും ബാങ്കിന് മുന്നിൽ നടക്കുന്നുണ്ട്. നിരവധി ആളുകൾ ഇതിനോടകം തന്നെ ബാങ്കിലെത്തി പണം പിൻവലിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഇവർക്ക് കടുത്ത നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാൽ 10,000 രൂപ മാത്രമാണ് ഇന്ന് പിൻവലിക്കാൻ കഴിയുക. ഇനിയൊരു നിക്ഷേപകന് പണം പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ 6 മാസത്തിന് ശേഷമായിരിക്കും അടുത്ത ഗഡു എന്നുള്ള നിലയിൽ 10,000 രൂപ കിട്ടുക. ഇങ്ങനെ വലിയ പ്രതിസന്ധിയിലായ ഈ ബാങ്കിന്റെ കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലായതോടുകൂടിയാണ് RBI ഇന്നു മുതൽ കർശന നിയന്ത്രണങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ ഒരു കാലയളവിൽ ബാങ്കിന്റെ തന്നെ ഓഡിറ്റ് റിപ്പോർട്ട് അനുസരിച്ചുകൊണ്ട് 71 കോടി രൂപയുടെ നഷ്ടത്തിലാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ അനധികൃതമായിട്ടുള്ള ലോൺ നൽകിയതടക്കമുള്ള ഒട്ടേറെ സാമ്പത്തിക ക്രമക്കേടുകളും തിരിമറികളും നടക്കുന്നുണ്ട്. അത് RBI തലത്തിൽ തന്നെ അന്വേഷണം നടത്തി കൂടുതൽ ക്രമക്കേടുകളും ബാങ്കിന്റെ പ്രശ്നങ്ങളുമൊക്കെ സംബന്ധിച്ചുള്ള പഠനം നടത്തേണ്ടതുണ്ട്. പക്ഷേ സഹകാരികളടക്കം നിക്ഷേപകരടക്കം വലിയ ആശങ്കയുമായി RBIയുടെ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നത് അറിഞ്ഞുകൊണ്ട് ബാങ്കിലേക്ക് എത്തിയപ്പോൾ ഇതിനോടകം തന്നെ ഇരിങ്ങാലക്കുട ടൗൺ കോർപ്പറേറ്റീവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും MP ജാക്സൺ ചെയർമാന്റെ തന്നെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. ഈ ബാങ്കിലെ പ്രതിസന്ധി എന്നുള്ളത് താൽക്കാലികമായിട്ടുള്ള പ്രതിഭാസമാണ്. RBIയുടെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഈ ബാങ്കിന് മേലിൽ ഉണ്ടാകുന്നത് വലിയ ബാങ്ക് ആയതുകൊണ്ടാണ്. 1000 കോടിയിലേറെ രൂപയുടെ നിക്ഷേപമുള്ള ബാങ്ക് ആയതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. കോവിഡ് കാലത്തിന് ശേഷം ഈ തിരിച്ചടവുകളും കുടിശ്ശികകളും ഒക്കെ വലിയ രീതിയിൽ എല്ലാ ബാങ്കുകളെ ബാധിച്ച പോലെ തന്നെ ഇരിങ്ങാലക്കുട ടൗൺ കോർപ്പറേറ്റീവ് ബാങ്കിനെയും
ബാധിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് RBIയുടേതായിട്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നതെന്നും നിക്ഷേപകരുടെ ആരുടെയും നിക്ഷേപങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ഇപ്പോൾ ബാങ്ക് അധികൃതർ ചെയർമാൻ MP ജാക്സൺ അടക്കമുള്ള ആളുകൾ വിശദീകരണമായി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ബാങ്കിന് ഇതിനോടകം തന്നെ വലിയ നിക്ഷേപം സർക്കാരിൽ 200 കോടിയിലേറെ രൂപയുടെ നിക്ഷേപമുണ്ട്. അതുപോലെ ഇൻഷുറൻസ് തുകയായി ചെയ്തിരിക്കുന്നത് 200 കോടിയിലധികം രൂപയുടെ നിക്ഷേപമാണ്. എന്നിങ്ങനെ വലിയ വിശദീകരണങ്ങൾ നൽകുമ്പോഴും ബാങ്ക് കടുത്ത പ്രതിസന്ധിയിലാണ്. 6 മാസത്തേക്ക് ഈ ബാങ്കിന്റെ പ്രവർത്തനം പൂർണ്ണമായും മരവിപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഫലത്തിൽ ഇവിടെ പണം നിക്ഷേപിക്കുകയും ഇവിടെ ഇടപാടുകൾ നടത്തുകയും ചെയ്ത സഹകാരികൾ വലിയ പ്രതിസന്ധിയിലേക്ക് തന്നെയായിരിക്കും പോകുക. പക്ഷേ ഇവർക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ബാങ്ക് അധികൃതർ നൽകുന്ന വിശദീകരണം.